നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാം, പട്ടാമ്പി MLA ആയിട്ടുള്ള മുഹമ്മദ് മുഹ്സിൻ. ഇയാൾ CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് വന്നത്. അവിടെ വിജയിച്ച് MLA ആയിട്ടുള്ള മുഹമ്മദ് മുഹ്സിൻ. അയാളൊരു മുസ്ലിം ആണ് എന്നുള്ളതും കൃത്യമായിട്ടും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുസരിച്ച് ഒരു പച്ച മുസ്ലിം ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നതെന്നും, അല്ലാതെ CPI-ക്കാർ സഖാക്കന്മാരെ പോലെ ഞങ്ങളിലില്ലോ ഹിന്ദു രക്തം, ഞങ്ങളിലില്ലോ ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്നും പറഞ്ഞിട്ട് അങ്ങനെ മുദ്രാവാക്യം വിളിക്കില്ല. ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്നൊന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കില്ല. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാല്, ഇത് നിങ്ങൾക്ക് കാണാനുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് മുഹ്സിൻ ഇട്ട ഒരു പോസ്റ്റ് ആണിത്. അയാൾ ഉംറയ്ക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കാണാൻ ഡിസ്പ്ലേയിലുള്ള ലൈറ്റ് കൊണ്ടുള്ള പ്രശ്നമുണ്ട്. ഇപ്പൊ കാണുന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഈ പോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഉംറയ്ക്ക് പോവുകയാണ് സഖാക്കളെ, ഞങ്ങൾ ഉംറയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അയാളൊരു പോസ്റ്റ് ഇട്ടാണ്. അയാളുടെ മതവേഷമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇട്ടിരിക്കുക, വെള്ള ഷോള് പോലെയൊക്കെ പൊതിഞ്ഞിട്ടുള്ള ഈ ഒരു ഡ്രസ്സ്. അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതിനെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല, നല്ലത് തന്നെയാണ്. അങ്ങനെ അവരവരുടെ ആചാരങ്ങളും അവരവരുടെ അനുഷ്ഠാനങ്ങൾക്കുമൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ജീവിക്കുക ഒരു ചിട്ടയായ ജീവിതം എന്നുള്ളതൊക്കെ ഒരു മനുഷ്യന്റെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു മനുഷ്യന് വേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ നമ്മൾക്ക് പറയാനുള്ളത്, ഇയാൾ സഖാക്കളാണല്ലോ, ഇവര് വിളിക്കുന്ന മുദ്രാവാക്യമുണ്ടല്ലോ, ഞങ്ങളില് മുസ്ലിങ്ങളുടെയും അതിൽ ഹിന്ദുവിന്റെയും ക്രിസ്ത്യന്റെയും രക്തമല്ല ഉള്ളത്, ഞങ്ങളിലുള്ളത് മാനവ രക്തമാണ്, മനുഷ്യന്മാരാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വലിയ മതേതരന്മാരാണ്, വലിയ സംഭവമാണെന്നൊക്കെ കാണിക്കുന്ന സഖാക്കന്മാരായുള്ള ഹിന്ദുക്കളോടും സഖാക്കന്മാരായുള്ള ക്രിസ്ത്യാനികളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രത്യേകിച്ച് ഹിന്ദുക്കളോടാണ് ചോദിക്കാനുള്ളത്. കാരണം ക്രിസ്ത്യാനികളോട് ചോദിക്കാൻ ഞാനൊരു ക്രിസ്ത്യാനിയല്ല, ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് എന്റെ മതസ്ഥരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ കണ്ടതാണ് ഇവിടുത്തെ ഒരു ദേവസ്വം മന്ത്രിയുള്ള രാധാകൃഷ്ണനോ എന്തോ ഗോപാലകൃഷ്ണൻ, ഏത് കൃഷ്ണൻ, എന്തായാലും ഭഗവാന്റെ പേരാണ്, രാധയായാലും കൃഷ്ണനായാലും ഒക്കെ. അത്തരത്തിൽ ഈ ചങ്ങായി ദേവസ്വം ബോർഡ് മന്ത്രിയായതിനു ശേഷം ശബരിമലയിൽ പോയതിനു ശേഷം ശബരിമല നട തുറക്കുന്ന, അതല്ലെങ്കിൽ ഭഗവാനെ ഒരു നോക്ക് 5-6 സെക്കൻഡ് മാത്രമേ അവിടെ കാണാൻ വേണ്ടിയിട്ട് ഈ ദേവസ്വം ബോർഡുകാർ സമ്മതിക്കുള്ളൂ. എന്താ ചെയ്യാ, കുത്തിന് പിടിച്ച് തള്ളി അതല്ലെങ്കിൽ അടിച്ചപ്പുറത്തോട്ടാക്കുന്ന ജീവനക്കാർ, കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരാണ് അവിടെ ജീവനക്കാരായിട്ട് ദേവസ്വം ബോർഡിലുള്ളത് നമുക്കറിയാം. അത്തരത്തിൽ 5-6 സെക്കൻഡ് മാത്രം ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടി കാത്ത് കെട്ടി അത്ര മണിക്കൂറുകളോളം ക്യൂ നിന്ന് 16-20 മണിക്കൂർ. ഇപ്പൊ കഴിഞ്ഞ മണ്ഡലകാലത്ത് ഞാൻ പോയ സമയത്ത് എനിക്കറിയാം 18ഓളം മണിക്കൂറാണ് നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നത്. അതും പ്രായമായിട്ടുള്ള അമ്മമാരും അച്ഛന്മാരും അടക്കമുള്ള കുഞ്ഞു മക്കളും അടക്കം ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ദാഹിച്ചു വലഞ്ഞ് 10-18 മണിക്കൂറൊക്കെ നിന്നിട്ടാണ് നമ്മൾ ഭഗവാന്റെ ആ ഒരു തിരുമുഖം കാണാൻ വേണ്ടി 18ാം പടി കയറാൻ വേണ്ടി പോകുന്നത്. ആ ഭഗവാന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ ആ ഒരു തീർത്ഥം കിട്ടുക എന്നൊക്കെ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കും. അത്തരത്തിൽ ഹിന്ദു കുലത്തിൽ പിറന്ന ഭഗവാന്റെ നാമം ചാർത്തി കൊടുത്ത ഈ രാധാകൃഷ്ണൻ ഭഗവാന്റെ തീർത്ഥം കിട്ടിയിട്ട്, മറ്റേ കൊറോണ വന്ന സമയത്ത് നമ്മൾ ഈ ഇതുണ്ടല്ലോ സാനിറ്റൈസർ ഇങ്ങനെ കൈമയൊക്കെ തേക്കുമല്ലോ, ഇങ്ങനെ കാണിച്ച ഒരു ജീവിയാണ്, ജന്തു. ഹിന്ദു എന്ന് പറയാൻ പറ്റില്ല, ഒരു ജന്തു ആണ് അദ്ദേഹം എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും രാധാകൃഷ്ണൻ അന്ന് ചെയ്ത ആ ചെയ്ത്തിനുള്ളതൊക്കെ ഇന്നിപ്പോൾ കേരളം ആകെ അനുഭവിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു ദേവസ്വം മന്ത്രി ആയാലും ഈ കേരളത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി ആയാലും ശബരിമല പോലെയുള്ള പുണ്യ പൂങ്കാവനത്തെ ആചാര അനുഷ്ഠാനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച സഖാക്കന്മാരൊക്കെ ഈ കേരളത്തിന് വരുത്തി വെച്ചിട്ടുള്ള വിന എത്രത്തോളം, ശാപം എത്രത്തോളം വലുതാണെന്ന് നമ്മൾക്കറിയാം. അത്തരത്തിൽ ഒരു സഖാവ് ഒരു അമ്പലത്തിൽ, ഒരു ഹിന്ദു സഖാവ് ഒരു അമ്പലത്തിലോ അതല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സഖാവ് അയാളുടെ ചർച്ചിലോ ഉള്ള ആഘോഷങ്ങൾക്കോ ആചാരങ്ങൾക്കോ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ചർച്ചിൽ പോയി കഴിഞ്ഞാലും വലിയ പ്രശ്നമല്ല, മുസ്ലിം പള്ളിയിൽ പോയാലും പ്രശ്നമല്ല, അവരുടെ ആചാരം ചെയ്താലും പ്രശ്നമില്ല. പക്ഷെ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയതുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഈ ചങ്ങാതി പട്ടാമ്പി MLA ആയിട്ടുള്ള ഈ മുഹമ്മദ് മുഹ്സിൻ ഇട്ട പോലെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആ സഖാവിന്റെ അവസ്ഥ എന്നുള്ളത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. കാരണം ചോദിക്കുക മാത്രമല്ല, വിശദീകരണം ചോദിച്ചതിന് ശേഷം വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അവനെ പാർട്ടിയിൽ തരം താഴ്ത്തുക എന്നുള്ള നടപടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഹിന്ദു സഖാക്കന്മാർക്കും ക്രിസ്ത്യൻ സഖാക്കന്മാർക്കും മാത്രം ബാധകമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഈ ചങ്ങാതിയുടെ പട്ടാമ്പി MLA-യുടെ ഈ ഉംറയ്ക്ക് പോക്കുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഞാൻ കണ്ട ഒരു പോസ്റ്റ് ഉണ്ട് ഇതിനെ വിമർശിച്ചുകൊണ്ടാണ്.
അതിങ്ങനെയാ വരുന്നത്. പട്ടാമ്പി MLA ആയ സഖാവ് മുഹമ്മദ് മുഹ്സിൻ തീർത്ഥാടനാർത്ഥം ഉംറയ്ക്ക് പുറപ്പെടുന്ന വിവരം അഭിമാനത്തോടെ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പൊതുസമൂഹത്തെ അറിയിച്ചു. ഇതേപോലെ ദൂരെയെങ്ങും തീർത്ഥാടനത്തിന് പോകണമെന്നില്ല, ഇവിടെ കേരളത്തിൽ ഗുരുവായൂർ ദർശനത്തിന് പുറപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുവാനുള്ള ധൈര്യം ഏതെങ്കിലും ഒരു ഹിന്ദു നാമധാരിയായ ഇടതുപക്ഷ മന്ത്രിക്കോ MLAക്കോ ഇനി വേണ്ട ചോട്ടാ നേതാക്കന്മാർക്കോ ഉണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ ഉടനടി അച്ചടക്ക നടപടികളും പരസ്യമായ താക്കീതും ഒക്കെയായി ആ ഹിന്ദു സഖാവിന് തല ഉയർത്തിപ്പിടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാകും. ക്ഷേത്രത്തിൽ പോയത് കൊണ്ട് ദുരിതം അനുഭവിക്കേണ്ടി വന്ന പലരും ഇന്നും ഈ പാർട്ടിയിൽ നിശബ്ദരായി നിലനിന്ന് പോരുന്നു. ഹിന്ദു സഖാക്കളുടെ ഒരു ഗതികേട് ക്ഷേത്ര ദർശനത്തിന്റെ പേരിൽ വിശദീകരണം നൽകേണ്ടി വന്ന ഹിന്ദു സഖാക്കൾക്ക് ഇത് സമർപ്പിക്കുന്നെന്ന് എന്നുള്ള ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അത് ആരിട്ടതാന്ന് എനിക്കറിയില്ല, ഞാനത് കണ്ടപ്പോൾ അത് കോപ്പി എടുത്തതാണ്. എനിക്ക് കൗതുകം തോന്നി. കാരണം ഈ മുഹമ്മദ് ഹൂസിനൊക്കെ ഇത്ര ധൈര്യത്തോടു കൂടി ഉംറയ്ക്ക് പോകുന്നെന്ന് പറഞ്ഞ അവരുടെ മതവേഷത്തോട് കൂടിയിട്ട് ഫേസ്ബുക്കിൽ ഞാനൊരു സഖാവാണ്, ഞങ്ങളിലില്ല ഈ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിന്റെയും രക്തം, ഞങ്ങളിലുള്ളത് മനുഷ്യന്റെ രക്തമാണെന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഈ സഖാവ് ജനാധിപത്യമാണ്, മതേതരത്വമാണ്, മതമല്ല വലുത്, ഞങ്ങൾക്ക് എന്താ പറയുക പള്ളിയല്ല പണിയണം പള്ളിക്കൂടം 1000 എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച ഈ ചങ്ങാതി തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്ഭുതമല്ല വരുന്നത്, കൗതുകമാണ്. മാത്രമല്ല അത്ഭുതം ഇതിന്റെ കൂടെ വരുന്നുണ്ട്. കാരണം ഹിന്ദു സഖാക്കന്മാർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു അത്ഭുതം. അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ള ആ ചോദ്യം പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടെ മുസ്ലിമായി പിറന്നു കഴിഞ്ഞാൽ ആ മുസ്ലിമിന് എന്തും, അത് സഖാക്കന്മാരുടെ നടയിലായാലും ഇനി വേണ്ട ജിഹാദികളുടെ നടയിലായാലും ഇനി വേണ്ട രാജ്യത്തെ 6.5 പതിറ്റാണ്ട് കട്ടുമുടിച്ച അടിമ ഗണ്ടികളുണ്ടല്ലോ ഇവരുടെ ഇടയിലായാലും എന്തും ചെയ്യാം എന്നുള്ളതും, എന്നാൽ ഒരു ഹിന്ദു നാമധാരിയായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനാവില്ല എന്നുള്ളതും, ഇവന്മാരുടെ അത് ആസനം താങ്ങിയിരിക്കേണ്ട അവസ്ഥയുണ്ട് എന്നുള്ളതൊക്കെ പൊതുസമൂഹം കാണേണ്ടത് തന്നെയാണ്. അല്ലാതെ ഈ മുഹമ്മദ് മുഹ്സിൻ അയാളുടെ ഉംറയ്ക്കോ അയാളുടെ ഹജ്ജിനോ അയാളുടെ ഏത് അടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന ഒരു കേസൊന്നുമല്ല. കാരണം നമ്മളൊക്കെ വിശ്വാസികളായതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള വിശ്വാസ ആചാരാനുഷ്ഠാന കേന്ദ്രങ്ങളിലേക്കൊക്കെ നമ്മൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവന്മാർ പോകുന്നതിലും നമ്മൾക്ക് ഒരു വിരുദ്ധതയോ വിരോധമോ ഒന്നുമില്ല. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുകൊണ്ട് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ചവിട്ടി അരയ്ക്കുന്ന ഈ വർഗം, അത്തരത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും ചെയ്തു കഴിഞ്ഞാൽ വലിയ മഹാപാതകം, മാത്രമല്ല വലിയ വർഗീയത. പക്ഷെ ഞമ്മൻ ചെയ്തു കഴിഞ്ഞാൽ മതേതരത്വം അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ കാണിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ഇത്തരത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഇവന്മാർ കൃത്യമായിട്ടും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും പച്ചയ്ക്ക് ചോദിക്കുന്ന ഒരു നാടൻ ഭാഷയുണ്ട്. അത് എം എം മണി എന്ന് പറയുന്ന സഖാവിന്റെ അദ്ദേഹത്തെ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മിക്കോള നീ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവനൊക്കെ ഈ ഫോട്ടോ ഇടുന്നത്. നിനക്കൊക്കെ ഇത്തരത്തിലൊരു ഫോട്ടോ ഇടാൻ പോയിട്ട് ഒരു ക്ഷേത്ര ദർശനം രഹസ്യമായി നടത്താനോ അതിനൊന്നും ഞങ്ങൾ അവകാശം തരില്ല, അതാണ് ഞങ്ങളടാ എന്ന് പറഞ്ഞു നീയൊക്കെ ഓംബിക്കോടെ എന്ന് ആരെങ്കിലും പറയുന്ന രീതിയിലാണ് ഈ ഫോട്ടോ ഈ മുഹസിൻ പോസ്റ്റ് ചെയ്തത്. സഖാവിന്റെ ലേബലിൽ നിന്നുകൊണ്ട്, അത് CPI എന്ന് പറയുന്ന തീവ്ര സഖാക്കന്മാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ചെയ്തത് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. അതുകൊണ്ട് തന്നെ സകല ഹിന്ദു സഖാക്കൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, സകല ഹിന്ദു സഖാക്കളെ പോലെ തന്നെ ക്രിസ്ത്യൻ സഖാക്കളും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ലേ 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 നമ്മുടെ കരിവേപ്പില അച്ചുമാമ ചോദിക്കും.